ഇന്നലെ വരെ നമ്മൾ സ്വപ്നം കണ്ടിരുന്നത് വിദേശ രാജ്യങ്ങളിലെ ആ അത്ഭുത ട്രെയിനുകളെ കുറിച്ചായിരുന്നു. എന്നാൽ ഇനി ലോകം ഇന്ത്യയെ നോക്കി അത്ഭുതപ്പെടാൻ പോവുകയാണ്. കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ ഭാരതത്തിന്റെ മണ്ണിലൂടെ പാഞ്ഞു കുതിക്കാൻ പോകുന്ന ആ വിസ്മയം ഇനി നമ്മുടെ മണ്ണിൽ തന്നെ പിറവിയെടുക്കുന്നു എന്നതാണ്. അതെ, ഇന്ത്യയുടെ സ്വന്തം ബുള്ളറ്റ് ട്രെയിൻ. വാർത്ത ഞാൻ വിശദമാക്കാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോഡിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ സ്വന്തം ബുള്ളറ്റ് ട്രെയിൻ. അതെ, ഇന്ത്യയുടെ സ്വന്തം ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിക്ക് ഇപ്പോൾ ഇരട്ടി വേഗത ലഭിച്ചിരിക്കുകയാണ്. ബംഗളൂരുവിലെ ആദിത്യ പ്ലാന്റിൽ എന്താണ് സംഭവിക്കുന്നത്? വന്ദേ ഭാരത് ഇനി ഏത് റൂട്ടിലാകും പുതിയതായി വരാൻ പോകുന്നത്? ഭാരതത്തിന്റെ റെയിൽവേ വിപ്ലവത്തെ കുറിച്ചുള്ള ഏറ്റവും പുതിയ വിശേഷങ്ങളാണ് വലിയ വാർത്തകളായി പുറത്തേക്ക് വരുന്നത്. അതെല്ലാം സിമ്പിളായി തന്നെ പറഞ്ഞു തരാം. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അടുത്തിടെ ബംഗളൂരുവിൽ ഉദ്ഘാടനം ചെയ്ത BEMLന്റെ ആദിത്യ പ്ലാന്റ് വെറും ഒരു ഫാക്ടറി മാത്രമല്ല, അത് ഇന്ത്യയുടെ അഭിമാനമാണ്. നമ്മുടെ സ്വന്തം ബുള്ളറ്റ് ട്രെയിൻ മോഡലായ B28 രൂപകൽപ്പന ചെയ്യുന്നത് ഇവിടെയാണ്. ചെന്നൈയിലെ ICF-ഉം BEML-ഉം ചേർന്നാണ് ഈ അത്ഭുതം സൃഷ്ടിക്കുന്നത്. റോബോട്ടിക് ലേസർ വെൽഡിംഗ് ഉൾപ്പെടെയുള്ള ലോകോത്തര മെഷീനറികളാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. വിദേശ സാങ്കേതിക വിദ്യയെ ആശ്രയിക്കാതെ 100% തദ്ദേശീയമായി ബുള്ളറ്റ് ട്രെയിനുകൾ നിർമ്മിക്കുക എന്നതാണ് നമ്മുടെ ഇന്ത്യയുടെ അഭിമാനകരമായ ഇപ്പോഴത്തെ ഈ ലക്ഷ്യം. ഇനി ആകാശത്തിലെ വേഗത റെയിൽവേ ട്രാക്കുകളിലും നമ്മൾ അനുഭവിക്കാൻ പോവുകയാണ്. ആദിത്യ പ്ലാന്റ് ഇനി അടിത്തറ അതിനായി പാകിക്കഴിഞ്ഞു എന്നതാണ്. വേഗതയുടെ കാര്യത്തിൽ വന്ദേ ഭാരത് ഉണ്ടാക്കിയ ഓളം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഇപ്പോൾ ഇതിന്റെ സ്ലീപ്പർ പതിപ്പുകളാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. ബംഗളൂരുവിനെയും മുംബൈയെയും ബന്ധിപ്പിക്കുന്ന വന്ദേ ഭാരത് സ്ലീപ്പർ ഉടൻ ട്രാക്കിലിറങ്ങും. വെറും 2 മാസത്തിനുള്ളിൽ ഇതിന്റെ സർവീസ് ആരംഭിക്കുമെന്ന വലിയ വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. പുതിയ അപ്ഡേറ്റുകൾ പരിശോധിക്കുകയാണെങ്കിൽ മംഗളൂരു വഴി മഡ്ഗോവനിലേക്ക് പോകുന്ന വന്ദേ ഭാരതിന്റെ സർവീസ് ഉടൻ തന്നെ വരുമെന്നതാണ്. ഹസൻ മംഗളൂരു പാതയിലെ വൈദ്യുതീകരണം പൂർത്തിയായി എന്ന വാർത്തയും വരുന്നുണ്ട്. ഇതിന്റെ പരീക്ഷണ ഓട്ടങ്ങൾ ഇപ്പോൾ നടക്കുകയാണ്. ഹുബ്ബള്ളി ധാർവാഡ് വഴി ബംഗളൂരു മുംബൈ സൂപ്പർ ട്രെയിനുകൾ ഉടൻ യാഥാർത്ഥ്യമാവുകയും ചെയ്യും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ IT ഹബ്ബായ ബംഗളൂരുവിലെ ഗതാഗത കുരുക്കിന് പരിഹാരമായി ബംഗളൂരു സബ് അർബൻ റെയിൽ പദ്ധതിയും അതിവേഗം മുന്നേറുകയാണ്. പുതിയ ഭരണ സംവിധാനത്തിന് കീഴിൽ പദ്ധതിക്ക് വൻ സ്പീഡാണ് ലഭിച്ചിരിക്കുന്നത്. ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. വളരെ വൈകാതെ തന്നെ നഗരത്തിനകത്തും മെട്രോയേക്കാൾ വേഗതയുള്ള യാത്രാ സംവിധാനം ലഭിക്കുമെന്ന വലിയ വാർത്തയും പുറത്തേക്ക് വരുന്നുണ്ട്. നമ്മുടെ റെയിൽവേ ട്രാക്കുകൾ മാറുകയാണ്. അതോടൊപ്പം ഭാരതത്തിന്റെ തലവരെയും. കേവലം ട്രെയിനുകൾ ഓടിക്കുക മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും മികച്ച യാത്രാ സൗകര്യങ്ങൾ സ്വന്തം മണ്ണിൽ നിർമ്മിച്ച അഭിമാനത്തോടെ മുന്നേറുകയാണ് നമ്മുടെ രാജ്യം. ഈ മാറ്റം ഓരോ ഭാരതീയനും നൽകുന്ന കരുത്ത് ചെറുതൊന്നുമല്ല. ഇന്ത്യയുടെ ഈ കുതിച്ചുചാട്ടത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.